Hello, welcome back to the discussion of the chapter, the unit titled Elements of Writing. This is unit 4 of the academic writing textbook. We were discussing different modes, different rhetorical modes of academic writing. In the previous video, we discussed two rhetorical modes, narration and description. So in this video, we will look at the third rhetorical mode called illustration. Narration and description പറഞ്ഞു കഴിഞ്ഞു. അടുത്ത mode of writing illustration ആണ്. എന്താണ് illustration? Illustration is a rhetorical mode aimed at explaining something with examples. So that is the definition of illustration. സാധാരണ നമ്മൾ illustration എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലെ ഇലസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിത്രം കൊണ്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. വിത്ത് illustration in newspapers or in textbooks usually refers to explaining something with pictures. But here illustration means explaining something with examples. Examples. Your general statements in an essay can be clarified if you use proper examples or illustration. So your general statements means you are making a point in an essay. ഒരു essayയിൽ നമ്മളൊരു point പറയാണ്. In order to clarify that, ആ പറയുന്നതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി എന്താണ് ഒരു പോയിന്റ് പറയുമ്പോൾ നമുക്ക് എപ്പോഴും തിയറട്ടിക്കലായി പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ ഇൻ ഓർഡർ ടു ക്ലാരിഫൈ ദ പോയിന്റ് ദാറ്റ് യു ആർ മേക്കിംഗ് യു യൂസ് പ്രോപ്പർ എക്സാമ്പിൾസ് and these examples are called illustrations. Now, if your instructor asks you to write on the problems faced by a city in disposing its solid waste or the hazards of solid waste, you are very likely to use photographs of piling waste in the streets to explain a point. A photograph can be used as an example in an illustrative paragraph or essay, as it would give a clear idea about what exactly you are trying to explain. അപ്പോൾ നമ്മൾ suppose you are asked to write a newspaper article or some kind of a report about the problems of waste disposal. ഒരു സിറ്റിയിലെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഹസാർഡ്സ്, ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എഴുതൂ അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതൂ എന്ന് പറയുമ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ് ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യും. യു ഷോ ദ waste that is piling up in the streets using a photograph. അപ്പോൾ അത് ഇലസ്ട്രേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ക്ലിയർ ആയി മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളൊരു ചിത്രം, ഒരു ഫോട്ടോഗ്രാഫ് ചിലപ്പോൾ യൂസ് ചെയ്യും. Similarly, in a literature class, if you want to explain the way metaphor is used in poems, the best way is to show lines from poems containing metaphors. അപ്പോൾ നമ്മളൊരു ലിറ്ററേച്ചർ ക്ലാസ്സിലാണെന്ന് വിചാരിക്കാം. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ഹൗ ആർ മെറ്റഫേഴ്സ് യൂസ്ഡ് ഇൻ പോയംസ്. മെറ്റഫർ ഇസ് എ കൈൻഡ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച്. യു നോ, ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ്. ഒരു പോയത്തിൽ മെറ്റഫർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. അത് ഏറ്റവും നന്നായിട്ട് ദ ബെസ്റ്റ് വേ ഓഫ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇസ് ടു ഷോ ലൈൻസ് ഫ്രം പോയംസ് കണ്ടെയ്നിങ് മെറ്റഫേഴ്സ്. മെറ്റഫർ ഇതാണ്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഒരു 2 വരി കവിത, മെറ്റഫറിന്റെ ഒരു എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഓൾസോ എൻ ഇലസ്ട്രേഷൻ. Similarly, your assignment on the demography of a particular region can be made clearer if you utilize graphs or charts containing statistical data. So suppose you are looking at demography means the population, the people of a particular place. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ മുഴുവൻ എടുത്തിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറയാൻ, ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ 30% ആളുകൾ വെജിറ്റേറിയൻ ആണ്, 70% ആൾക്കാർ നോൺ വെജിറ്റേറിയൻ ആണ് എന്ന് നമ്മൾ പറയാണ്. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ ഇത്രയും ആൾക്കാർ തമിഴ് സംസാരിക്കുന്നവരാണ്, ഇത്രയും ആൾക്കാർ മലയാളം സംസാരിക്കുന്നവരാണ്, ഇത്രയും ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നവരാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ we will have something to say about the people living in a region. Then we can make it much clearer if we make use of graphs or charts. നമ്മൾ അവരെ പറ്റിയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെറുതെ പറയുന്നതിനെക്കാട്ടിലും ഒരു ഗ്രാഫോ ചാർട്ടോ കാണിച്ചാൽ അത് കുറെ കൂടി ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫും ചാർട്ടും യൂസ് ചെയ്യുക, പിക്ചേഴ്സ് യൂസ് ചെയ്യുക, or
using your words, you give an example. All these are different types of illustration. When do you use illustrations or how do you use them? എവിടെയാണ് എപ്പോഴാണ് illustration നമ്മൾ യൂസ് ചെയ്യുക? You can write a whole essay using illustration or integrate illustration with other forms of essays. For instance, a persuasive or argumentative essay may require a lot of illustrations to explain a point. When you write a textual analysis essay in literature, you can illustrate your point using textual quotes and views of other critics. നമുക്ക് ഒരു ഫുൾ എസ്സേ വേണമെങ്കിൽ ഇലസ്ട്രേഷൻസ് മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു റെട്ടോറിക്കൽ മോഡിൽ നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രം നമുക്ക് ഇലസ്ട്രേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മറ്റൊരു റെട്ടോറിക്കൽ മോഡിലേക്ക് ഇലസ്ട്രേഷനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ writing a persuasive essay, an argumentative essay. നമ്മളുടെ ആർഗ്യുമെന്റ് മറ്റൊരാളെ പെർസ്വേഡ് ചെയ്യാൻ, പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരം ഒരു എസ്സേ ആണെങ്കിൽ അതിൽ നമ്മളുടെ പോയിന്റ്സ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇല്ലസ്ട്രേഷൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ നേരത്തെ നമ്മൾ മെറ്റഫറിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ലിറ്ററേച്ചറിൽ നമ്മളൊരു സാഹിത്യപരമായിട്ടുള്ള ഒരു എസ്സേ എഴുതുകയാണ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ എടുത്തിട്ട് നമ്മൾ പറയാണ് ഇന്ന കവിയുടെ അല്ലെങ്കിൽ ഇന്ന എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ വർക്ക്സിൽ സ്ത്രീകളെ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, സ്ത്രീകളെ ഇങ്ങനെയാണ് മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ നന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അത് നമ്മുടെ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പക്ഷേ ആ ടെക്സ്റ്റിൽ നിന്ന് കോട്ട്സ് എടുക്കണം. ഇന്ന കഥാപാത്രം ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്ന കഥാപാത്രം ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കോട്ട്സ് എടുത്തിട്ട് നമ്മളത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കോട്ട്സ് നമ്മൾ എടുത്ത് കോട്ട് ചെയ്ത് നമ്മുടെ എസ്സേന്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. യു ആർ ടേക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സംതിങ് ആൻഡ് ഫ്രം ദ ടെക്സ്റ്റ് യു ആർ ടേക്കിംഗ് എൻ ഇൻസിഡന്റ് ഓർ എ കൊട്ടേഷൻ ഫ്രം ദ ടെക്സ്റ്റ് ആസ് എൻ എക്സാമ്പിൾ ആൻഡ് യൂസിങ് ഇറ്റ് ടു പ്രൂവ് യുവർ പോയിന്റ്. So that is an example of integrating illustration into your essay. Now, what are the features of illustrative writing? Like many other writing styles, illustration does not have a well-defined pattern. However, there are commonalities in the objective and methodology of many illustrative works. The exemplification is sometimes used to refer to illustrative writing. When you write essays using exemplification or illustration, you make statements and give examples for each statement. Illustration കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഒന്നുമില്ല, ഒരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഒന്നുമില്ല. പല രീതിയിൽ നമുക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യാം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, പിക്ചേഴ്സ് കൊണ്ട് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം, ഗ്രാഫ് കൊണ്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം, ചാർട്ട് കൊണ്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം, കൊട്ടേഷൻസ് കൊണ്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഇല്ലസ്ട്രേഷൻസ് കൊടുക്കാവുന്നതാണ്. എന്നാൽ അതിന് ചില കോമണാലിറ്റീസ് ഉണ്ടേനും. ആൻഡ് ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എക്സംപ്ലിഫിക്കേഷൻ. സോ എക്സംപ്ലിഫിക്കേഷൻ ഇസ് അനദർ വേർഡ് that is used to refer to illustrative writing. So you can call it illustration or you can call it exemplification. Exemplification just means the use of examples. Example use ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് exemplification. So രണ്ടാണെങ്കിലും എന്താണ്, whether you call it illustration or you call it exemplification, what you do is basically you make some statements, then for each statement you give examples. ഒരു പോയിന്റ് പറയാ, അതിന് എക്സാമ്പിൾ കൊടുക്കുക, അടുത്ത പോയിന്റ് പറയാ, അതിന് എക്സാമ്പിൾ കൊടുക്കുക. They have given an example here. See the two sentences given here. 1. A number of ragging cases were reported on the reopening day in the college. 2. For instance, 5 final year students barged into a first year class and demanded money from students and warned the first year students of adverse consequences if they reported the matter to the principal. രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സെന്റൻസ് എന്താണ്? കോളേജ് റീഓപ്പൺ ചെയ്ത ദിവസം ഒരുപാട് റാഗിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ അതൊരു പോയിന്റ് ആണ്. ദാറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹസ് ബീൻ മെയ്ഡ്. ദ സെക്കൻഡ് സെന്റൻസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അതിന് പലതരം റാഗിങ് കേസുകൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ഒരു ദിവസം ഒരു ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് 5 ഫൈനൽ ഇയർ സ്റ്റുഡൻസ് കയറി വന്നു. അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി, പിടിച്ചു വാങ്ങി, എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പ്രിൻസിപ്പളിനോട് പോയി റിപ്പോർട്ട് ചെയ്താൽ യു വിൽ ഹാവ് ടു ഫേസ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ടു ഫേസ് സം ട്രബിൾ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഫസ്റ്റ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സെന്റൻസ് എക്സാമ്പിൾ. ഈ പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്.
This pattern of exemplifying each statement is an essential characteristic of illustrative writings. ഒരു സ്റ്റേറ്റ്മെന്റ് അതിനൊരു എക്സാമ്പിൾ, അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നമുക്ക് പറയാവുന്നത്. പക്ഷെ എപ്പോഴും ഒരു സെന്റൻസ് ഒരു എക്സാമ്പിൾ അങ്ങനെ ആവണമെന്നില്ല. എ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഇല്ലസ്ട്രേഷൻ. Sometimes a whole essay can be built on a major statement, the elaboration of which follows in the form of examples throughout the essay. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒന്നിൽ കൂടുതൽ ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാവാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇല്ലസ്ട്രേഷൻ അങ്ങനെ വേണമെന്നില്ല. ഒറ്റ സ്റ്റേറ്റ്മെന്റിന് ഒന്നിൽ കൂടുതൽ ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാവാം. ആൻഡ് സംടൈംസ് ഒരു ഫുൾ എസ്സേ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മേജർ സ്റ്റേറ്റ്മെന്റ്, തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ എസ്സേന്റെ ആർഗ്യുമെന്റ് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ദ റെസ്റ്റ് ഓഫ് ദി എസ്സേ, ഓൾ ദി അതർ പാരഗ്രാഫ്സ് ഇൻ ദാറ്റ് എസ്സേ ആർ എൻ ഇലാബറേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഇലാബറേറ്റ് ചെയ്യുന്ന, കുറെ കൂടി ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഒരു എസ്സേ ഉണ്ടാക്കാം. അങ്ങനെയാണ് ഒരു ഫുൾ ഇല്ലസ്ട്രേറ്റീവ് എസ്സേ നമ്മൾ എഴുതുക. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ മേജർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പിന്നെയുള്ള ഓരോ പാരഗ്രാഫും ആ ആദ്യം പറഞ്ഞ ഒരേ സ്റ്റേറ്റ്മെന്റിനുള്ള പല തരത്തിലുള്ള എക്സാമ്പിൾസ് ആണ്, ഇല്ലസ്ട്രേഷൻസ് ആണ്. Now, what are the features of illustrative writing? Some of the common features of illustrative writing include the following. First of all, an illustrative essay presents a controlling idea or thesis, the illustration of which is done using examples. ഒരു ഇല്ലസ്ട്രേറ്റീവ് എസ്സേയിൽ ഒരു കൺട്രോളിങ് ഐഡിയ മീൻസ് ഒരു മെയിൻ ഐഡിയ ഉണ്ടാവും. അതിന് തീസിസ് എന്ന് നമുക്ക് പറയാം. ആർഗ്യുമെന്റ്, മെയിൻ ഐഡിയ, തീസിസ് എന്നൊക്കെ ഇതിന് പറയാം. അപ്പോൾ ഒരു at least one main idea will be there, one controlling idea will be there, and in order to illustrate it, അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, that is done using examples. നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തിട്ട് അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. എക്സാമ്പിൾ serve as evidence for your statements and claims. അപ്പൊ നമ്മൾ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ക്ലെയിം വെക്കുന്നത് പോലെയല്ല. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇന്ന എഴുത്തുകാരൻ വളരെ സ്ത്രീവിരുദ്ധമായിട്ടാണ് എഴുതുന്നത്, ഇതൊക്കെ വെറും സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എക്സാമ്പിൾ ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് വിലയൊന്നുമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന് ഒരു എവിഡൻസ് ആയിട്ടാണ് നമ്മൾ എക്സാമ്പിൾസിനെ കൊടുക്കുന്നത്. We are supporting the statements using examples. The use of specific and appropriate examples to explain statements on and to support generalization. നമ്മൾ ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കണം. ദ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ജനറൽ, but the examples have to be very specific so that people understand what you are talking about. ഇന്ന എഴുത്തുകാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന എഴുത്തുകാരൻ സ്ത്രീവിരുദ്ധമായിട്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞത് വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ പോരാ, അതിനെ ഒരു സ്പെസിഫിക്, ആ എഴുത്തുകാരൻ്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില വരികൾ എടുത്തിട്ട്, ഓർ ഈവൻ ആ എഴുത്തുകാരനെ പറ്റി ഏതെങ്കിലും ക്രിട്ടിക്സ് പറഞ്ഞ കാര്യങ്ങളാവാം, ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ആൻഡ് ദ എക്സാമ്പിൾസ് വി ചൂസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. അതിന് പറ്റിയ എക്സാമ്പിൾസ് ആയിരിക്കണം. നമ്മൾ പറയുന്ന പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാൻ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസിനെ നമ്മൾ ചൂസ് ചെയ്യണം. The audience should be taken into account while selecting examples. അപ്പോൾ ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോൾ എന്ത് എഴുതുകയാണെങ്കിലും ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, who is going to be reading it, who is going to be the audience for it, that should be taken into account. Similarly, when you select examples, you should also choose examples keeping in mind your audience. ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്. For example, something very general like you should always tell the truth. That's a very general point that you're making. But suppose you are going to say that to small children, then you will use one type of examples. Suppose you are going to say that as a speech in a competition, then you will use different kind of examples. Similarly, നമ്മൾ പറയുന്ന പോയിന്റ് എന്തായാലും ശരി, നമ്മുടെ ഓഡിയൻസിനെ അനുസരിച്ച് കൂടി വേണം എന്ത് സെലക്ട് ചെയ്യാൻ, എക്സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ. Then the use of sufficient number of examples to support the claims. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ക്ലെയിം അനുസരിച്ച് അതിന് ആവശ്യമായ sufficient number of examples നമ്മൾ യൂസ് ചെയ്യണം. It shouldn't be too few, it shouldn't be too many either. അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ മതിയാവും. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആരും അധികം കേൾക്കാത്തൊരു ആർഗ്യുമെന്റ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ
ഉപയോഗിക്കേണ്ടി വരും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യു ആർ മേക്കിംഗ്, ദ കൈൻഡ് ഓഫ് ക്ലെയിം യു ആർ മേക്കിംഗ്, how serious is that claim, how different, how unique is that claim, depending on that you will have to use sufficient number of examples. Then illustrations with images, graphs and charts, depending on the discipline you are writing for. നമ്മൾ ഏത് ഡിസിപ്ലിൻ, ദാറ്റ് മീൻസ് ഏത് സബ്ജക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതുന്നത് അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കണം ഇമേജസ്, ചിത്രങ്ങളാണോ യൂസ് ചെയ്യേണ്ടത് അതോ ഗ്രാഫാണോ ചാർട്ടാണോ എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ സോഷ്യൽ സയൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ ഗ്രാഫും ചാർട്ടും ഒക്കെ ഉപയോഗിക്കാം. ഹിസ്റ്ററിയോ ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാപ്പ് ഉപയോഗിക്കാം. വേറെ ജേർണലിസം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇമേജസ് ഉപയോഗിക്കാം. സയൻസിലാണെങ്കിലും നമുക്ക് ചില ഇമേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. മറ്റേ സ്കെച്ചസ്, ഡ്രോയിങ്സ്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ലിറ്ററേച്ചറിലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ വേർഡ്സ് ആണ് അധികവും use here. So depending on the discipline, depending on the subject, you have to choose what kind of illustrations you will use. Next, examples are organized using a proper method. If more than one example is used, arrange them in order of their importance or type. Examples ഇങ്ങനെ വെറുതെ ചറവറ നമ്മൾ ഇട്ടാൽ പോരാ, അതിന്റെ ഓർഗനൈസേഷനും ഒരു പ്രോപ്പർ മെത്തേഡ് വേണം. ഒരു പോയിന്റ് പറയാൻ നമ്മൾ 2 or 3 എക്സാമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് മോർ ദാൻ 1 example, then the arrangement of those examples, which one comes first, then which one comes, that is also very important. So either you can arrange them in the order of their importance, least important, next important, most important. അത് ഒരു അസെൻഡിങ് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആദ്യം പറഞ്ഞ് പിന്നെ ലെസ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പോയി ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റിലേക്ക് പോവാം. സോ ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. Or if all the different examples are of equal importance, then you can arrange them according to type. പലതരം കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കുറവൊന്നുമില്ല, പക്ഷെ പല വിധത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലോജിക് ഉപയോഗിച്ചിട്ടോ നമ്മൾ എക്സാമ്പിൾസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. കംപ്ലീറ്റ്ലി അൺകണക്റ്റഡ് ആയ രീതിയിൽ എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കരുത്. There should always be a logic as to why you give one example first, the next example second, the third example next. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു കൃത്യമായ മെത്തേഡ് ഉണ്ടാവണം, ഒരു ലോജിക് ഉണ്ടാവണം. Then example sustain the point of view throughout, we should sustain the point of view throughout the essay. എന്താണ് നമ്മുടെ ആർഗ്യുമെന്റ്, ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, അത് നമ്മൾ ത്രൂ ഔട്ട് ദി എസ്സേ ഒരേ രീതിയിൽ നമ്മൾ എഴുതണം. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആർഗ്യുമെന്റ് മാറ്റി മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആസ് മച്ച് ആസ് പോസിബിൾ കൺഫ്യൂസിങ് അല്ലാത്ത രീതിയിൽ നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം. ദെൻ ദ യൂസ് ഓഫ് ട്രാൻസിഷൻ ഫ്രേസസ് ആൻഡ് ഇല്ലസ്ട്രേഷൻ ഫ്രേസസ്. നമ്മൾ പറയുന്നതിൽ പോയിന്റ് ഏതാണ്, ഇല്ലസ്ട്രേഷൻ ഏതാണ് എന്ന ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. റീഡർ ഷുഡ് നെവർ ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ യോർ സ്റ്റേറ്റ്മെന്റ് ഓർ ക്ലെയിം ആൻഡ് യോർ illustration or example. So you use certain phrases in order to show that the coming sentence is an example. What are some such phrases? For example, for instance, to illustrate, a case in pointers, here are a few examples, in particular, specifically, in this case, one example, another example. ഇങ്ങനെയുള്ള ഫ്രേസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ സെന്റൻസസിന് മുമ്പ് നമ്മൾ ഇതുപോലുള്ള ഫ്രേസസ് ഉപയോഗിച്ചാൽ വായിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഓ ഇനി പറയാൻ പോകുന്നത് എക്സാമ്പിൾ ആണ് എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഒരേ മോഡിൽ തന്നെ പറഞ്ഞാൽ ഒരു സെന്റൻസ് പറയുന്നു എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ പറയുന്നു, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്ലെയിം നമ്മൾ പറഞ്ഞതിന് ശേഷം എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഫ്രേസസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. Now they have given some sample topics for illustrative writing. Illustrative writing-ന് പറ്റിയ ചില ടോപ്പിക്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? What are some of these topics? How does clothing
എൻഹാൻസ് യുവർ അപ്പിയറൻസ്. നമ്മളുടെ ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സ് എങ്ങനെ നമ്മളുടെ ലുക്കിനെ, അപ്പിയറൻസിനെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു, അതൊരു ടോപ്പിക്കാണ്. അപ്പൊ ഡ്രസ്സിങ് നമ്മളുടെ അപ്പിയറൻസിനെ മെച്ചപ്പെടുത്തുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ആർഗ്യുമെന്റ്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ എന്തെങ്കിലും ഓരോ പോയിന്റ്സ് നമ്മൾ പറയാം അതിനെ പറ്റിയിട്ട്. എന്നിട്ട് അതിന് നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൂട്ട് ഇട്ടാൽ ഇന്ന രീതിയിലായിരിക്കും, നമ്മൾ മറ്റൊരു ഡ്രസ്സ് ഇട്ടാൽ ഇന്ന രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് കീപ്പിംഗ് എ ജേർണൽ. ജേർണൽ, ഡയറി, നമ്മൾ ഡയറി എഴുതുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഗെയിൻ ദർ ആർ സം arguments that you have to make. When you say something is an advantage, you are making an argument about that. Then you have to give examples. Then the next few, I will just read them quickly. Changes in consumer behavior. How binge eating affects your health. Binge eating എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിർത്താതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കില്ലേ ചില സമയത്ത്, ഇങ്ങനെ സ്നാക്സ് ഒക്കെ, അതാണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത്. ടി വി ഒക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ബോധമില്ലാതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും, ദാറ്റ് ഈസ് ബിഞ്ച് ഈറ്റിംഗ്. Then how to manage college and part-time job. കോളേജിൽ പഠിക്കാനും പോകുന്നു, അതേസമയത്ത് നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു എസ്സേ. ദ പോപ്പുലാരിറ്റി ഓഫ് എ ടെലിവിഷൻ പ്രോഗ്രാം. ടി വിയിലെ ഒരു പ്രോഗ്രാം എത്ര പോപ്പുലർ ആണെന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ എക്സാമ്പിൾസ് എന്തായാലും കൊടുത്തിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പോപ്പുലർ ആണെന്ന് നമ്മൾ ആർഗ്യൂ ചെയ്യാം. നെക്സ്റ്റ്, ഹൗ ഡസ് എ പോയറ്റ് എംപ്ലോയ് പോയറ്റിക് ഡിവൈസസ്. നേരത്തെ നമ്മൾ മെറ്റഫറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരു കവിത എടുത്തിട്ട് ഈ കവി എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്, എത്ര മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ എക്സാമ്പിൾസ് കൊടുക്കുക തന്നെ വേണം, അല്ലാതെ വെറുതെ ഹായ് നന്നായിട്ടുണ്ട് നമുക്ക് പറഞ്ഞാൽ മതിയാവില്ലല്ലോ. ദെൻ ടെക്നിക്സ് ഓഫ് ഡി അഡിക്ഷൻ. ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ അതിൽ നിന്ന് മോചിതരാക്കാൻ, ഡി അഡിക്റ്റഡ് ആക്കാൻ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു, അത് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഹൗ ടു പ്ലാൻ യുവർ വെക്കേഷൻ. സപ്പോസ് യു ആർ ഗോയിങ് സംവെയർ ഫോർ വെക്കേഷൻ, ഹൗ ഡു യു പ്ലാൻ യുവർ വെക്കേഷൻ? വാട്ട് ആർ ദ തിങ്സ് യു ഷുഡ് ഡു യുവർ റിസർച്ച് അബൌട്ട്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ഷുഡ് ടേക്ക്? പ്രാക്ടിക്കൽ തിങ്സ് ദാറ്റ് യു ഷുഡ് ഡു. യു ഷുഡ് ബുക്ക് എ റൂം, യു ഷുഡ് പ്ലാൻ what are the sites you want to see, etc. etc. Then impact of social networking on college students. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ എന്തിനെ പറ്റിയിട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതെല്ലാം ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിന് പറ്റിയ ചില ടോപ്പിക്സ് ആണ്. So that is all about illustrative writing, and then after that there are a few examples here, 2 or 3 paragraphs, some 4 passages are given. They are examples of illustrative writing and you can read them separately. So that is illustrative writing, which is another mode of which is another rhetorical mode that is used in academic writing. Thank you.